നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് അടുക്കളയിലേക്ക് വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ അൺബോക്സിംഗ് ആണ്. കുറേ പ്രൊഡക്റ്റുകൾ കാണാനുള്ള ആകാംക്ഷ കൊണ്ട് എന്തൊക്കെയാണ് വന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും പിന്നെ നെസ്തേഷ്യയിൽ നിന്നും ഒക്കെ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ആദ്യത്തെ ഐറ്റം ഈ ഗ്ലാസിൻ്റെ ജാറാണ്. 6 വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ അതാ ഈ ഒരു അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ കുറച്ചായി ഇത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ 1-2 വട്ടം ഞാൻ ഈ ഒരു ഇങ്ങനത്തെ ജാറ് വാങ്ങി, പക്ഷെ അതൊക്കെ വലുതായിനി. അപ്പോൾ ഇത് 250 ml-ൻ്റെതാണ് കേട്ടോ. പിന്നെ അതായത് കുറേ മുമ്പേ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഈ റൊട്ടേറ്റിംഗ് ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇതിൽ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ 5 ഇതിൽ കൊള്ളുള്ളൂ, 6 വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് കറക്റ്റ് അളവിനുള്ളത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ മസാലപ്പൊടി, ബീഫ് മസാലപ്പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ അതേപോലെ ഗരം മസാലപ്പൊടി, അതൊക്കെ സ്റ്റോർ ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇങ്ങനെ നമുക്കിങ്ങനെ കറക്കിയിട്ട് ഏതാ വേണ്ടി വെച്ചാൽ കിട്ടുമല്ലോ. അപ്പം ഇതിൻ്റെ മേലെ മോളെ വീട്ടിലുണ്ട് സ്റ്റിക്കർ ഏതൊക്കെയാണെന്നുള്ള ഒരേ കളറായതുകൊണ്ട്, പിന്നെ അതേപോലെ ഈ പൊടികൾക്കൊക്കെ ഒരേ കളറായിരിക്കുമല്ലോ ഏകദേശം. അപ്പോൾ അതിൻ്റെ മേലെ സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. കറക്റ്റ് ഞാൻ വിചാരിച്ചൊരു ടൈപ്പ് ആയപ്പോഴാണ് സമാധാനമായത് കേട്ടോ. കിട്ടുന്നതൊക്കെ വലുത്. അപ്പോൾ ഈ ഒരു അളവിന് ഇങ്ങനെ ഒരു ഇതില്ലാന്നാണ് തോന്നുന്നത് കേട്ടോ. ഞാനിതിൻ്റെ ലിങ്കൊക്കെ കിട്ടുന്നത് ഞാൻ ടാഗ് ചെയ്യട്ടോ. എല്ലാം ഒന്നും കിട്ടുമോയെന്ന് അറിയില്ല, ചിലതൊന്നും കിട്ടൂല. ഇത് നമ്മൾ വാങ്ങുന്നത് നല്ലാതെ കിട്ടലുണ്ടാവില്ല. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടിട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല സാധനമാണ്. കണ്ടാൽ തന്നെ നമുക്ക് അറിയാമല്ലോ. നമുക്ക് വേണമെങ്കിൽ ഡെയിലി യൂസിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കട്ടോ. ഞാനിപ്പോൾ ചിക്കൻ മസാലയും ബീഫ് മസാലയൊക്കെ ഫ്രിഡ്ജിൽ ക്ലിപ്പ് ചെയ്ത് വെക്കലാണ്. അടുത്ത ഇതാ ഒരു ഡോർമാറ്റാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ കാര്യമായിട്ട് വാങ്ങിയിട്ടുള്ളത് ഫ്രിഡ്ജിൻ്റെ ആ ഒരു താഴെ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ആ ഒരു ഐസിൻ്റെ ആ ഒരു വെള്ളവും ഐസിൻ്റെതും മറ്റേ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടലുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അവിടെ ഈ അഴുക്കൊക്കെ വരും. അപ്പോൾ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ട്, അതിൽ വെള്ളം കെട്ടി നിന്നിട്ട് അങ്ങനെ അഴുക്കുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണാൻ നല്ലൊരു ലുക്കുള്ളത് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് വാങ്ങി. പല ടൈപ്പ് ഏത് മാറ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനെ ഒരു വാട്ടർ മെലോണ്ട് ആകുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒക്കെ? ഓരോന്നിൻ്റെ വില പറയാൻ മറന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കട്ടെ. ഇതിൻ്റെ വില 299, ആ ജാറിൻ്റെ വില 349 ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇനി റേറ്റിന് വ്യത്യാസം ഉണ്ടോയെന്ന് അറിയില്ല. അടുത്തതാ എനിക്ക് ഏറ്റവും പ്രധാനവും വേണ്ടതും അങ്ങനെ എന്താ പറയുക ഇതിനെക്കൊണ്ട് അങ്ങനെയൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അഗാരോൻ്റെ ഇതാണ്, കെറ്റിലാണ്. അപ്പോൾ അത് മസ്റ്റാണ് എല്ലാ വീട്ടിലും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത് വരുന്ന ഇതിൻ്റെ ലിറ്റർ വരുന്നത് 1.8 ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് 1100 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് എപ്പോഴും ബ്ലാക്കൊക്കെ എൻ്റെ കഴിഞ്ഞ ബ്ലാക്ക് കഴിഞ്ഞല്ലോ, പക്ഷെ ഇത് നല്ലോണം കെയർ ചെയ്യണം കേട്ടോ. എൻ്റെ ഒരു കെയറിങ്ങിൻ്റെ കുറവുകൊണ്ട് ആണ് ഇതിൻ്റെത് പെട്ടെന്ന് നാശമായി പോയത്. നമ്മളിതിൽ വെള്ളം എടുത്ത് കഴിയല്ലോ, തിളപ്പിച്ച വെള്ളം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് സ്വിച്ച് ഓഫ് ആക്കി വെക്കുക, അല്ലെങ്കിൽ ഇത് കെറ്റിൽ ആ ഒരു ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് എടുത്തേക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ അച്ചയിൽ തന്നെ ആ സ്വിച്ച് ഇട്ട് നമ്മൾ കെറ്റിൽ ആവശ്യത്തിന് വെള്ളം കെറ്റിലും കൊണ്ട് എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ആ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ അടിയിൽ ആ ഒരു ഇതിലാണല്ലോ കണക്ട് ചെയ്യുക, അവിടെ വീണ്ടും കൊണ്ടുപോയി വെക്കും. ആ സ്വിച്ച് ഓൺ ആക്കിയിരിക്കും. അപ്പോൾ വെള്ളം ഇല്ലാതെ അത് ഓണാവും. അങ്ങനെ കേട് വന്നതാണ് കേട്ടോ എൻ്റെത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. അത് പിന്നെ പോലെ കെയർ ചെയ്യാതെ ഉപയോഗിക്കുകയാണെങ്കിൽ തീരെ ഉപയോഗിക്കാനും പറ്റില്ല, 1 വർഷമേ പറ്റുള്ളൂ. പിന്നെ അടുത്തതും ഈ ഫ്രിഡ്ജ് സ്റ്റോറേജ് ബോക്സാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് കുറച്ചായിട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ അത് 6 വരുന്ന പീസാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു 2 ഐറ്റംസൊക്കെ ഞാൻ ഉപയോഗിച്ചാണ്, പക്ഷേ അതിനേക്കാളൊക്കെ ഒത്തിരി കൂടി ഒരു ക്വാളിറ്റി ഉള്ള മാതിരിയാണ് കേട്ടോ തോന്നുന്നത്. കാണാനും നല്ല ഭംഗിയുണ്ട്. 6 വരുന്നുണ്ട്. നമുക്ക് എന്താണോ വേണ്ടി വെച്ചാൽ ഇട്ട് വെക്കട്ടോ. ഇനി വെജിറ്റബിൾസ് ഓരോന്ന് സ്റ്റോർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ അധികം കറിവേപ്പിനില, മല്ലിയില, പുതിന, പച്ചമുളക് അതിനൊക്കെയാണ് കേട്ടോ കാര്യമായിട്ട് യൂസ് ചെയ്യൽ. ഇതാണ് ഞാൻ മുമ്പേ യൂസ് ചെയ്തത്. ഇത് തീരെ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൂടാ, എന്നാലും മറ്റേതാകുമ്പോൾ ഒന്നും കൂടി ഒരു ഒതുങ്ങിയൊരു ടൈപ്പ് പോലെ തോന്നുന്നില്ലേ, കാണാനും നല്ല. ഇതൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും. നിങ്ങൾ ആരെങ്കിലും കയ്യിൽ ഈ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നല്ല ഐറ്റംസ് അല്ലേ. നമ്മൾ ആ ഒരു ബ്ലാക്ക് ആഷ് കളറുള്ള ആ ഒരു മൂടിയുള്ളത്. അതിൻ്റെ റേറ്റ് 389 അടുത്തതാ കുറേ ആയിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചു നിന്നൊരു ഐറ്റമാണ് കേട്ടോ. അത് പിജിയോണിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ കവറൊക്കെ ഉണ്ട്, പക്ഷേ ഈ 219 കേട്ടോ ഇതിന്. അപ്പോൾ ഞാൻ 3 വരുന്ന ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ഉണ്ട്, പല കളറും ഉണ്ട്, പക്ഷേ റെഡ് ബ്ലാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഒരു കളറാണ് ഞാൻ കുറേ ആയിട്ട് മനസ്സിൽ ആഗ്രഹിച്ചത്. പിന്നെ ഞാൻ 3 വരുന്ന ടൈപ്പൊന്നും ഞാൻ എടുത്തില്ല. എൻ്റെ കയ്യിൽ ഓൾറെഡി കുറേ കത്തികളുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ക്വാളിറ്റി ഉള്ളതാവുമല്ലോ ഒറ്റൊന്ന് വാങ്ങുമ്പോൾ എന്നുള്ള ആ ഒരു ധാരണയിലാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതാ ഈ ഒരു മാഗ്നറ്റിൻ്റെ മേലെ കവറോട് കൂടി നിൽക്കില്ല കേട്ടോ. കവർ ഊരിയാൽ അവിടെ അങ്ങനെ നിൽക്കുകയും ചെയ്യും. നല്ല അടിപൊളി മൂർച്ച വെച്ചാൽ നല്ല മൂർച്ച. തുടക്കത്തിൽ തന്നെ എൻ്റെ കൈ മുറിയുകയും ചെയ്തിട്ടോ. പിന്നെ അതാ ഉള്ളി അരിയാനൊക്കെ നല്ലതാണ്. എനിക്ക് പിന്നെ കാര്യമായിട്ട് കട്ടിംഗ് ബോർഡിലല്ല എൻ്റെ യൂസ്, ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് അരിയൽ. പക്ഷേ പയറോ ബീൻസോ അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനിങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് അരിയൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയണം എന്നൊന്നുമില്ല. എന്നാലും കയ്യിൽ വെച്ച് അരിയുമ്പോൾ ആണെങ്കിൽ നല്ല മൂർച്ച വേണ്ടേ. സാധാരണ ഞാൻ യൂസ് ചെയ്യൽ ബ്ലാക്ക് കത്തിയാണ്. ഇതേപോലെ വീഡിയോ പർപ്പസൊക്കെ വരുന്ന സമയത്ത് എനിക്കിതത് യൂസും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു കണക്കൂട്ടലാണ് വാങ്ങണം എന്ന് വിചാരിച്ചത്. പിന്നെ അതാ നെസ്റ്റേഷ്യൻ്റെ നല്ലൊരു അടിപൊളി എന്താ പറയുക, അടിപൊളി എന്ന് തന്നെ പറയാം. എനിക്ക് അത്ര ഇഷ്ടമായി. ഇപ്പം മോസ്റ്റ് ഫേവറേറ്റിൽ പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ അത്, ഈ ഒരു കാസറോള്. എന്താണെന്നറിയില്ല, അൽഹംദുലില്ല മാഷാ അല്ലാ, ആഗ്രഹിക്കുന്ന സാധനങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിൽ എത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെതായി ഈ ഒരു ഓവൽ ഷേപ്പുള്ള ഇത് വരുത് നെസ്റ്റേഷ്യൻ്റേതൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഒരു സ്റ്റീലിൻ്റെ വാങ്ങണമെന്ന് കുറേ ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ അത്. അപ്പോൾ അങ്ങനെ അതും കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് അതേപോലെ തന്നെ ഇത് കുക്ക് ചെയ്യാനും പറ്റും, സെർവ് ചെയ്യാനും പറ്റും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക, സെറാമിക്കിൻ്റെ ഒരു പോട്ടാണ് കേട്ടോ. ഇതും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ ആരും അങ്ങനെ കണ്ടിട്ടില്ല ആ ഒരു വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്, ഒന്നും കൂടി ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളെ വീട്ടിൽ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ കറി വെച്ച് ഇതേപോലെ കൊടുക്കാനൊക്കെ നല്ലൊരു പാത്രമാണ് അല്ലേ. നമ്മുടെ ഡൈനിങ് ടേബിളിനൊരു പ്രീമിയം ലുക്കൊക്കെ തരും അല്ലേ, ഈ ഒരു നല്ലൊരു ഐറ്റംസിലൊക്കെ ഭക്ഷണമൊക്കെ വിളമ്പുകയാണെങ്കിൽ. ഇപ്പോൾ കണ്ടില്ലേ, പാത്രങ്ങൾ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കമ്പനീൻ്റെതും വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വേണം കരുതാൻ. അടുത്ത ഒരു നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിയിട്ടുണ്ട്. ഇനി 12 എണ്ണം വരുന്ന സ്ക്രബ്ബറാണ് കേട്ടോ. അത് ഓവർ ഹൈ ക്വാളിറ്റി ഉണ്ട് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഒരു മാസമൊക്കെ നല്ല രീതിയിൽ തന്നെ പാത്രങ്ങളൊക്കെ കഴുകുക. അപ്പോൾ ആ ഒരു മാസം കുറേ കാലം യൂസ് ചെയ്ത് നല്ല പറയൽ. അപ്പോൾ ആ യൂസ് കഴിയുമ്പോൾ നമുക്ക് ബാത്റൂമിൻ്റെ ചുമരൊക്കെ തേക്കുമല്ലോ, ടൈൽസ്. അപ്പോൾ ടൈൽസ് തേച്ചെടുക്കാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെ തേച്ചെടുക്കണമെങ്കിലൊക്കെ അത് യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരുമിച്ച് വാങ്ങുന്നതിനുള്ള ഗുണം എന്താ വെച്ചാൽ പെട്ടെന്ന് സ്ക്രബ്ബർ മാറ്റണമെങ്കിൽ നമുക്കിത് എടുക്കുകയും ചെയ്യാമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആ കേട് വന്ന് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ കറക്റ്റ് ഓർമ്മ വരുന്നില്ല കേട്ടോ. പിന്നെ ഇത് അടുത്തത് കുഞ്ഞൻ ഇഡ്ഡലി ഉണ്ടല്ലോ, അത് 199 റുപ്യാണ്. അപ്പോൾ അതായത് നല്ല കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നല്ല യൂസാണ് കേട്ടോ അത്. എല്ലാ കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാണ്, കുറച്ച് കൂടുതൽ അവർ കഴിക്കുകയും ചെയ്യും. നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലാണ്. പിന്നെ നമ്മുടെ ഇഡ്ഡലി ചെമ്പിനൊക്കെ പാകമാണ് കേട്ടോ. ഒരു ഇതിലങ്ങോട്ട് വാങ്ങിയതാണ് ഞാൻ, വന്ന് നോക്കിയപ്പോൾ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ അടുത്തത് കേക്കിൻ്റെ ഒരു ടിന്നാണ്. ഇതിന് 399 റുപ്യാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതിനാണ്. ഞാൻ ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ അതേപോലെ ശരിക്കും നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ ഈ ഒരു പാത്രം ഉപയോഗിക്കുക. ഇതിപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങണമെന്നൊന്നുമില്ല, പുറത്തുനിന്നും വാങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.